കുഴപ്പമില്ല, നന്നായിട്ട് പഠിച്ചവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര കൺഫ്യൂഷനിങ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു എക്സാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു. ടഫ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ല. ഹായ് എവരിവൺ, ഇന്ന് മെയ് 21 HSSC എക്കണോമിക്സ് ആൻഡ് സുവോളജി എക്സാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിന്റെ റിവ്യൂ നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഇത്രയും വർഷത്തെ പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് അറിയാം. ഒരുപാട് ടഫ് ഇന്റർമീഡിയറ്റ് ഫീൽ ആയിരുന്നു. അങ്ങനെയല്ല, എല്ലാം പറ്റില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടൈം എടുത്ത സബ്ജക്ട് പേപ്പർ തന്നെയായിരുന്നു. ജനറൽ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ചെയ്യാൻ പറ്റി. അല്ല, ഞാൻ സുവോളജി. എക്സാം കുറച്ച് ടഫായിരുന്നു. ഏത് പേപ്പർ ആയിരുന്നു? എക്കണോമിക്സ്. പൊതുവേ ടഫ് ആയിരുന്നു എല്ലാവർക്കും. എല്ലാവർക്കും ടഫായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ? അല്ലല്ല. ഏത് പേപ്പർ ആയിരുന്നു കൂടുതൽ ടഫ് ഇതിനകത്ത്? ടഫ് ടൈം അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടഫ് ചില ഇന്ത്യൻ എക്കോണമി പോർഷൻസ് ഇച്ചിരി ടഫ്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടഫ് ആവണം നല്ലത്. അല്ല, അത് ഇപ്രാവശ്യം കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അല്ല, രണ്ടാമത്തെ. ഇത് ഇത്തിരി ടഫായിരുന്നു. ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു. ഇന്ത്യൻ എക്കോണമി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ശരിക്കും നന്നായിട്ട് പഠിക്കണം, ഡെപ്ത് ആയിട്ട് പഠിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ എളുപ്പമുള്ള ഇതിൽ തോന്നുന്നു. HSSC സുവോളജി. എല്ലാം ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ചൊക്കെ. ടഫായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് പൊതുവെ ഇത്തിരി കുറവ് പോലെ തോന്നി. ഇല്ല, നന്നായിട്ട് പഠിച്ചവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര കൺഫ്യൂഷനിങ് ആയിരുന്നു. ഞാൻ സുവോളജി. എന്നുവെച്ചാൽ ഞാൻ ഡെലിവറി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡെലിവറിക്ക് മുമ്പ് വരെ നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് ഞാൻ പിന്നെ വർക്ക്ഔട്ട് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ടെൻഷൻ ഉണ്ട്, കാരണം കുറച്ചൊക്കെ അറിയാം. അപ്പൊ അതിന്റെ ടെൻഷൻ, ഒന്നും അറിയില്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. ഇല്ല, എനിക്ക് സമയമൊക്കെ കറക്റ്റ് ആയിട്ട് അല്ല പഠിക്കണേന് അല്ലേ. അത് കുറച്ചും കൂടെ ഒരു ഇൻപുട്ട് ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയി, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എക്സാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു. അതെ. HSSC സുവോളജി. ടഫ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാൽ നമുക്ക് അങ്ങനെ നല്ല ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കണം ക്വസ്റ്റ്യൻ. എക്കണോമിക്സ് നമ്മുടെ നവോത്ഥാനമൊക്കെ നല്ല എളുപ്പമായിരുന്നു. കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. സബ്ജക്ട് കുറച്ച് ടഫായിരുന്നു. എന്താ പറയാ, ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്തിട്ട് വന്നത്. കീ വന്നാലേ എനിക്ക് കറക്റ്റ് അറിയാം. ടെൻഷനൊക്കെ ഉണ്ട്. ടെൻഷനൊക്കെ ഉണ്ട്.